മുത്താളെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെച്ചാൽ ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ബുർദൻ്റെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടാവും. ബുർദ ചൊല്ലിയിട്ട് അത് വിവാദമാക്കി എടുത്തെന്ന് വെച്ചാൽ ഓരോ പാട്ടിൽ ഒരുപാട് പയവുകളുണ്ട്. പക്ഷെ അതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വ്ളോഗർമാരത് ഏറ്റെടുത്തിട്ട് അതിങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കയറ്റണം. ഓരോരുത്തരും ഓരോ ശൈലിയിൽ അത് ചെയ്ത് അതിങ്ങോട്ട് പിന്നെന്താ പറയുക, ഒരു റീച്ചിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ട് അത് കാട്ടിക്കൂട്ടുന്ന രീതി കാണണം. എനിക്കെന്നെ മുത്താലും സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇതിന് നമ്മൾ അവസരം നിങ്ങൾ കൊടുക്കരുത്. കൊടുക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു ലിങ്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു 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 വ്ളോഗറാണ് ഒരു ചാലും കൊണ്ടൊക്കെ ശ്രദ്ധിക്കാം. ഇതവൻ മിറർ കേരള എന്ന് പറഞ്ഞ ചാനലിൻ്റെ ആളാണ്. ഓൻ കാട്ടിക്കൂട്ടുണ്ട്, എജ്ജാതി കാട്ടിക്കൂട്ടല. ഓൻ ഈ പാട്ടും വെച്ച് കാട്ടിക്കൂട്ടുണ്ട് ഒരു അവസ്ഥ ആണ് കേട്ടോ. ഇനി ഞാൻ വേറൊരു ലിങ്ക് കാണിച്ചു തരാം. പിന്നെ നമ്മളെ യാസർ പൂക്കോട്ടും പാടം സഹോദരൻ ആ ചങ്ങായി ആകെ പൊട്ടിട്ടുണ്ടാവും. അണ്ണൻ തനിനാടൻ കൊലമല്ലോ മിനാറ്റി ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിലല്ലോ പിന്നെ പുറത്തുനിന്ന് ഗാനമേളക്ക് ഇതിനൊന്നും ഒരു വേർതിരിവൊന്നും വേണ്ട, എല്ലാ ഇതിലും നടക്കും. ഏതായാലും ഈ സമത് എന്ന് പറഞ്ഞ സഹോദരൻ ആ ചങ്ങായി ആകെ പെട്ടിട്ടുണ്ടാവും. ഇതാണ് അവസ്ഥ. ഇപ്പൊ യാസർ പൂക്കോട് മൂപ്പര് പിന്നെ കുറച്ചൊരു മാന്യതയിലോട്ടത് പറയുന്നുണ്ട്, കാര്യങ്ങൾ വ്യക്തമായിട്ട്. കാരണം ആ ഇത് നിങ്ങള് മൂപ്പരെ വ്ളോഗുകൾ കണ്ടിട്ടുണ്ടാവും. ലാസ്റ്റായിട്ട് ഫുള്ളായിട്ട് കാര്യങ്ങൾ മൂപ്പര് നല്ല രീതിയിൽ, കാരണം വെച്ചാൽ പിന്നെ മൂപ്പര് മൂലയന്മാർ ഇങ്ങനെ ചെയ്യരുത്, കാരണം അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ യാസർ പൂക്കോട്ടുമാണ് ഇതിന്റെ വിഷയങ്ങൾ പറയുന്നുണ്ടാവും. മറ്റേ മിറർ കേരള അങ്ങോട്ട് തുള്ളിയാണ് ചാടിക്കാണ്ട് ഇങ്ങോട്ട് ഓനെ കാട്ടിക്കൂടാനൊക്കെ കാണുമ്പോൾ വെച്ചാൽ ഇതിനൊരു അവസരം കൊടുത്തു എന്നതാണ് കേട്ടോ. ഇനി ഞാൻ വേറൊരു ഇത് കാണിച്ചു തരാം. ഇപ്പൊ നമ്മളെ പിന്നെ അൻസാരി സൂര്യ പറഞ്ഞ മൂപ്പര അക്കൗണ്ടില് ഒരു ഇത് കാണിച്ചു കേട്ടോ. പതുക്കെ വന്നാൽ തഞ്ച നോക്കി തന്നെ പതുക്കെ വന്നാൽ സ്പീഡിൽ വന്നിട്ട് ഒരു കാര്യമില്ല. അല്ല ഈ തഞ്ച നോക്കി എന്തിനാ വരുന്നത്? കാണാത്ത കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി അതേതായാലും കൊള്ളാം, അതൊക്കെ നല്ലത് തന്നെ. അതൊക്കെ അവരവരുടെ സ്വന്തം സ്വകാര്യതയും അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ഇപ്പൊ ഈ കണ്ട വീഡിയോ പോലും അതും കാണാത്ത, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ആപേക്ഷികമായി കാണാത്ത കാഴ്ചയാണ്. ഈ കാണാത്ത കാഴ്ചകൾ നിങ്ങൾക്കിടയിൽ തന്നെ സ്വകാര്യമായി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇത് പൊതുസമൂഹത്തിലേക്ക് ഇടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്തെന്ന് വെച്ചാൽ, ഈ തലയിൽ കിട്ടിയിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഈ ഷാള്, ഇതിന് പറക്കാതിന് 250 രൂപ എത്ര വില വരുള്ളൂ. പക്ഷേ ഇത് കെട്ടിയ മനുഷ്യനിക്ക് സമൂഹത്തിനിടയിൽ വിലമതിക്കാൻ കഴിയാത്തത്ര വലിയ മൂല്യവും ആദരവുമാണ്. നമ്മളൊരു ബസ്സിലേക്ക് കയറി ചെന്നാൽ ഏതെങ്കിലുമൊക്കെ മിനിങ്ങളായ മനുഷ്യർ നീട്ടി നിർത്താൻ പറയും. ഒരു കല്യാണ സദസ്സിലേക്ക് നിന്നാൽ, ഒരു ജനക്കൂട്ടത്തിനിടയിലേക്ക് ചെന്നാൽ ആളുകൾക്ക് നമ്മളോട് ഉണ്ടാകുന്ന ആ ഒരു ആദരവും ബഹുമാനം അവർണ്ണനീയമാണ്. നമുക്കത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇതെല്ലാം ആസ്വദിച്ചവരാണ് നമ്മൾ, അതിന്റെ ദാതാക്കൾ കൂടിയാണ് നമ്മൾ, അതുകൊണ്ട് നമുക്കറിയാമല്ലോ. പക്ഷെ നമ്മളൊരു പണ്ഡിതനാണെന്നിരിക്കെ തന്നെ ഈ വേഷങ്ങളൊന്നും, ഇതിന്റെ വിജ്ഞാനത്തിന്റെ പ്രതിഫലനം എന്ന് നമ്മൾ പറയുന്ന അടയാളമായി കാണുന്ന ഈ വേഷങ്ങളില്ലെങ്കിൽ നമ്മളെ അറിയുന്നവർക്ക് നമ്മുടെ ആദരവുണ്ടാവും. പക്ഷേ നമ്മളൊരു പ്രബോധകനാണ് എന്നതിന്റെ പ്രത്യക്ഷ അടയാളമാണ് നമ്മുടെ തലപ്പാവും നമ്മുടെ വസ്ത്രമൊക്കെ. അപ്പൊ ജനങ്ങൾക്ക് നമ്മളോടുള്ള ആ ബഹുമാന ആദരവൊക്കെ നമ്മൾ പലപ്പോഴും അത് അനുഭവിച്ചവരാണ്. അതിനൊക്കെ കളങ്കം വരുത്തും. ഓരോ ദിവസവും കഴിയും തോറും ഓരോ തരത്തിലുള്ള കൂത്താട്ടങ്ങളും സമൂഹത്തിനിടയിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ഞാനും നിങ്ങളൊന്നും മാത്രമല്ല, നമ്മുടെയൊക്കെ ഉസ്താദന്മാരടക്കമുള്ള ആളുകളെ അവമതിപ്പിക്കുന്ന, സമൂഹത്തിന്റെ പരിഹാസ്യരാക്കുന്ന ഇതാണ് അവസ്ഥ. ഇത് കണ്ട നിങ്ങള്, ഇതിപ്പോ ഇന്റെ പോലത്തെ സാധാരണക്കാരന യുവാക്കന്മാരുണ്ടാവല്ലോ,
ഇവരൊക്കെ പഠിച്ച് ഇവർ 10, 11, 12 കൊല്ലം ദർസിലൊക്കെ ഓതി പഠിച്ചിട്ടാണ് ഈ ഒരു ഇതിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇന്നെ പോലത്തെ സാധാരണക്കാരനൊക്കെ ഇത് വിലയിരുത്തിയ വേറെ രീതിയില്ല. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥിതി. കാരണം സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. നമ്മളൊരു വാക്ക് പറയുമ്പോൾ ആ വാക്കും അത്ര സൂക്ഷ്മതയോടെ പറയണം. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് മുത്താലിങ്ങളും മൂലയന്മാരെ കാരണം വെച്ചാൽ അവരുടെ ഇടയിൽ പിന്നെ അവരുടെ ബാക്കിൽ 1000 കണ്ണുകളുണ്ടാവും. ഇപ്പം എന്താ വെച്ചാൽ സാധാരണക്കാരി പിന്നെ അമ്മത്തോടെ എനിക്ക് ഏത് വേഷം ചേരും എന്തും ചെയ്യാം. കാരണം ഇന്ന ഇപ്പോൾ ഒരു ഫോട്ടോ കണ്ടില്ലേ കാട്ടുണ്ട് ഒരു മിറർ കേരള എന്ന് പറഞ്ഞാൽ ഓൻ കാണിക്കണ്ടില്ല. കാരണം ഓനക്ക് അത് ചേരും. കാരണം ഓൻ സാധാരണക്കാരനാണ്. ഓനക്ക് ഏത് വേഷം ചേർന്നാലും പറയണനുസരിച്ച് ഓൻ എന്ത് കമന്റ് ഇട്ടാലും ഓൻ അങ്ങനെ കാണുള്ളൂ. പക്ഷെ മൂലക്കാന്മാർ അങ്ങനല്ല. അവർ പ്രവർത്തിക്കുമ്പോൾ അവർ സംസാരിക്കുമ്പോൾ അവരെ ആകർഷിക്കുന്ന കുറേ കാര്യങ്ങൾ ഇപ്പം മൂപ്പര് പറഞ്ഞതുപോലെ തന്നെ. കാരണം വെച്ചാൽ അവരുടെ വേഷത്തിൽ അവരൊക്കെ തലപ്പാവ് അവരെ നടത്തം ഇരുത്തം മൊത്തത്തിൽ എന്താ ചെയ്യണം ഒരു സാധാരണക്കാരന് ഒരു എന്താ പറയുക ഒരു ഉൾക്കൊള്ളണം. ഒരു ബഹുമതി വരണം. ഇത് പണ്ഡിതന്മാർക്ക് ഞങ്ങളെ പോലത്തെ സാധാരണക്കാരുടെ ഇടയിൽ ഒരു ബഹുമാനക്കുറവ് വരികയാണ് ഇങ്ങനത്തെ ഒരു സംഗതിക്ക്. കഴിയുന്ന പരമാവധി ഇങ്ങനത്തെ വിവാദങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം എന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഇത് കാണുമ്പോൾ ഭയങ്കര വിഷമം. കാരണം ഇന്ന് ഫേസ്ബുക്ക് കണ്ട് തുറന്ന് നോക്കിയ സമയത്ത് ഫുള്ളായിട്ട് ഏതൊക്കെ വ്ളോഗർമാർ വ്ളോഗ് ചെയ്യുന്നുണ്ടോ അവർ മൊത്തത്തിൽ ഈ രീതിയിൽ പിന്നെ എന്താ പറയുക ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ഇങ്ങോട്ട് വൈറലായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ പരമാവധി എൻ്റെ മുത്താലിം സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഞാനൊക്കെ മുത്താലിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മൾ ജീവിച്ച് പോകുന്ന ആ സാഹചര്യം തന്നെ മുത്താലിങ്ങളുടെ അടിക്കൂടി ജീവിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാനൊക്കെ എൻ്റെ ഫാമിലിയൊക്കെ. അപ്പോൾ കഴിഞ്ഞ പരമാവധി ഇപ്പം നിങ്ങളൊക്കെ വളർന്നു പോകുന്ന നിങ്ങൾക്ക് ചിലവന്ന് വീട്ടുകാർ നിങ്ങൾ വളർന്ന് വലുതായി നല്ല മൂലയന്മാരാണെന്ന് ആഗ്രഹിച്ച് കുറേ ഉമ്മമാരും ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ ഈ വീഡിയോ കാരണം വെച്ചാൽ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഫോൺ എടുത്ത് 50, 60, 70 വയസ്സായ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഫോണാണ്. ഇത് തോണ്ടി നോക്കുമ്പോൾ നിങ്ങളെ വിവാദങ്ങൾ വരുമ്പോൾ അവർക്കൊക്കെ ഒരു വിഷമമാണ്, ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ കഴിയുന്ന പരമാവധി എന്ത് ചെയ്യണം മുത്തലും സുഹൃത്തുക്കളും കഴിയുന്ന പരമാവധി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് എൻ്റെ അപേക്ഷ ആണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓക്കെ.